എല്ലാവർക്കും നമസ്കാരം. പൂരങ്ങളുടെ പൂരം നടക്കുന്ന തൃശ്ശൂർ പേരൂരിൽ അങ്ങനെ കലയുടെ പൂരത്തിന് തുടക്കം കുറിച്ചു. രാവിലെ തന്നെ ഒരു മേളത്തോടുകൂടെ ആരംഭിച്ച പരിപാടി എല്ലാ വേദികളും വളരെ സജീവമായിട്ട് പോവുകയാണ്. നമ്മുടെ TCV സ്റ്റുഡിയോയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥി നമ്മളോടൊപ്പം വരുന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമ്മുടെ കളക്ടർ ബ്രോ രാവിലെ മുതൽ നല്ല ബിസിയല്ലേ? അതെ, നമ്മൾ രാവിലെ തൊട്ട് ഇന്നത്തെ ദിവസം രാവിലെ ഒരു 6:30 നമ്മൾ തുടങ്ങി ഓരോ സ്ഥലത്താക്കിയിട്ട് പോയിട്ട്. കാരണം ഇന്നത്തെ ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അറിയാൻ പറ്റും. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ദിവസം ഇങ്ങനെ കടന്നു പൊക്കോളും. അപ്പോൾ ഇന്നലെ തൊട്ട് ഓരോ വെന്യൂ വിസിറ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ അപാധ ഉണ്ട് അത് പരിഹരിച്ചു. പക്ഷെ നല്ല ഭംഗിയായിട്ട് പോയി ഇന്നത്തെ ദിവസം, ഏറ്റവും നല്ല ഭംഗിയായിട്ട് പോയി. പ്രത്യേകിച്ച് മേളത്തോട് കൂടിയിട്ട് അത് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പൊ കുറെ പേര് കമന്റ് ചെയ്തു തൃശ്ശൂർക്കാർ ഇങ്ങനെ അല്ലാണ്ട് വേറെ എങ്ങനെയാ തുടങ്ങാതെ. തീർച്ചയായിട്ടും ഉറപ്പല്ലേ, തൃശ്ശൂരിന്റെ എന്തെങ്കിലും ഒരു പ്രൗഢി കാണിക്കണ്ടേ നമുക്ക്. ആക്ച്വലി പ്രൗഢി കാണിച്ചിട്ടില്ല, കുറച്ച് നമ്മൾ കാണിച്ചിട്ടില്ല. മെയിൻ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അത് നമ്മൾ വെക്കാത്തതാണ്. അത് കാരണം നമുക്ക് ആ തൃശ്ശൂരിന്റെ ആ ഒരു പെരുമ കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യണം. നല്ലൊരു താളമായിട്ടും മറ്റു കൊടകളായിട്ടും നല്ലൊരു ഘോഷയാത്രയായിട്ടും എല്ലാം കാണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഉദ്ഘാടന പരിപാടി നല്ല ഭംഗിയായിട്ട് പോയി. തീർച്ചയായിട്ടും. ഇപ്പം ഓരോ വേദികളിലായിട്ട് ഇപ്പം മത്സരങ്ങൾ ആരംഭിച്ച് അതിങ്ങനെ വളരെ മനോഹരമായിട്ട് ആവേശത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് തൃശ്ശൂർ പൂരമാണെങ്കിൽ നമുക്കറിയാം അതൊരു 36 മണിക്കൂർ നിൽക്കുന്ന ഒരു 1.5 ദിവസത്തെ പ്രോഗ്രാമാണ്. പക്ഷേ ഇത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു സംഘാടനത്തിൻ്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി സാറിന് ഫീൽ ചെയ്യുന്നുണ്ട്? ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ് ഇതിൻ്റെ സംഘാടനം. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ എല്ലാവരും ചേർന്ന് ചെയ്യും. മിനിസ്റ്റേഴ്സും ജനപ്രതിനിധികളും എല്ലാവരും കൂടെ ചേർന്നിട്ട്, ഓഫീസേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ട്, കോർപ്പറേഷനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ തുടങ്ങി. പിന്നെ അതിനുശേഷം ഓരോ കമ്മിറ്റി യോഗങ്ങൾ പല തവണ കൂടി 18 കമ്മിറ്റികളാണ് ഇതിലുള്ളത്, സബ് കമ്മിറ്റികളാണുള്ളത്. പിന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് അവലോകനം ചെയ്തുകൊണ്ട് ഓരോ സ്ഥലത്തും എല്ലാവരും വിസിറ്റ് ചെയ്തുകൊണ്ടും പ്രശ്നം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഈ സ്റ്റേജുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് ഓരോ വേദിയിലും വെള്ളം പ്രത്യേക സൗകര്യം, അത് പുറത്ത് സൗകര്യം, അത് കാഴ്ചക്കാർക്കും അതേപോലെ പങ്കെടുക്കുന്നവർക്കും എല്ലാവർക്കും അത് വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും ഇവരുടെയൊക്കെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം വേറെ എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് ഇന്നത് വേണമെന്ന് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഇതിൽ കൃത്യമായിട്ട് റെസ്പോൺസിബിൾ കലോത്സവം എന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. അത് ഗ്രീൻ പ്രോട്ടോക്കോൾ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനത്തെ വെള്ളം അതുപോലത്തെ കാര്യങ്ങൾ പ്രധാനമായിട്ടും വെക്കണമെന്നുള്ളത് വെച്ചിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വെള്ളം കുടിക്കണം. കാരണം വെയിലായിട്ടുള്ള സമയമാണ്, ഡീഹൈഡ്രേഷൻ ഒരുപാടുണ്ടാവും, ക്ഷീണം ഒരുപാടുണ്ടാവും, പിന്നെ പൊടി അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും സ്ക്വാഡുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ്സ്, മറ്റെല്ലാവരും, വിമുക്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, പോലീസിൻ്റെ ആയാലും മഫ്തിയിലുള്ള സ്ക്വാഡ്സ്, അതുപോലത്തെയൊക്കെ നല്ലതായിട്ടുള്ളൊരു പ്രവർത്തനം എല്ലാവരും ചെയ്തു വരുന്നുണ്ട്. ഇപ്പം സാറിനിപ്പം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതെങ്കിലും വേദിയിൽ പോയി പ്രോഗ്രാംസ് വാച്ച് ചെയ്യാൻ സാധിച്ചോ? ഉണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങൾ ഒന്ന് പറയാം. എനിക്ക് വേദിയിലോട്ട് പോകാൻ സാധിച്ചില്ല. ഞാൻ മെയിൻ വേദിയിൽ ജസ്റ്റ് കണ്ടു. അതും കൂടുതൽ ഞാനിപ്പോൾ TCVൻ്റെ ഒക്കെ ലൈവിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓരോ വെന്യൂസിൻ്റെത് TCVൻ്റെ ലൈവിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഓരോ വെന്യൂസായിട്ട് പോയിട്ട് കുറച്ച് പ്രോഗ്രാംസ് കാണണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഒന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് ഒരു ഓർഡറായി സ്മൂത്തായി പോയി തുടങ്ങിയാൽ ഒന്ന് റിലാക്സ് ചെയ്ത്. അപ്പം സാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, കാണാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാം ഏതൊക്കെയായിരിക്കുമെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഇന്നത്തെ ഷെഡ്യൂൾ ഞാൻ നോക്കി. പിന്നെ പണിയാ നൃത്തമുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ പിന്നെ അല്ല, ഇത് 249 ഈവൻറ്റ്സ് ഉണ്ട്. അപ്പം അതിൽ പലതും നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് എല്ലാം കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈവൻറ്റ്സ് കാണണമെന്നാണ് വിചാരിച്ചത്. മിക്കതും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടെ മറ്റ് സ്ഥലങ്ങളിൽ കാണാൻ പറ്റാത്ത റെയർ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാണണമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? ഉച്ചയ്ക്ക് കഴിച്ചു. നമ്മള് കുട്ടികളുടെ കൂടെയാണ് കഴിച്ചത്. സദ്യ എന്ന് പറയണത് അല്ലേ, കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരുടെ അങ്ങനെ ഒരാളെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല സദ്യയുടെ കാര്യം വരുമ്പോൾ. എങ്ങനെയുണ്ട് ആ ഒരു സദ്യ വിശേഷങ്ങള്? അവിടെ പോയിട്ടുണ്ട്, ഭക്ഷണം വിളമ്പി കൊടുത്തോ? കാരണം അത് റീലായിട്ട് അടുത്ത് തന്നെ വരും അല്ലേ? കുട്ടികളുടെ ഇടയിൽ അത്രയും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഇൻസ്റ്റയിലൊക്കെ ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കളക്ടർ ശരിക്കും കേരളത്തിൽ വേറെ ഇല്ല എന്നാണ് തോന്നുന്നത്.
സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഭക്ഷണത്തിന്റെ സദ്യയുടെ എക്സ്പീരിയൻസ് എങ്ങനെ? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അടുത്ത ആകർഷണമായിട്ട് വരുന്നത്. ഏകദേശം 4000 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്നത് നല്ലൊരു വെന്യുവാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ അധികം ചൂടൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും നല്ലൊരു സൗകര്യമായിട്ട് ഉള്ള ഒരു, എന്നാലും ക്യൂ ഉണ്ട്. കാരണം ഇത്രയും ആൾക്കാർ വരുന്നത് കൊണ്ട് കുറച്ചുള്ള ക്യൂ ഉണ്ട്. അപ്പോൾ അവർക്കും ബോറടിക്കാതിരിക്കാനുള്ള പാട്ട് അതുപോലത്തെ സംവിധാനം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സും അവരൊക്കെ ചേർന്നിട്ടാണിത് സെർവ് ചെയ്യുന്നതും കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം ജോയിൻ ചെയ്തു സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ വൈകിട്ടും ജസ്റ്റ് ജോയിൻ ചെയ്തായിരുന്നു. അവരുടെ കൂട്ടിനൊരു ജസ്റ്റ് ഒരു ആവേശം പകരാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ്. നമ്മൾ വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ പോലെ. വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരുടെയും കൂടെ ചേർന്നിട്ട് അതിൽ പങ്കാളികളാവുന്ന പോലെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു. പിന്നെ ഫുഡ് കഴിച്ചു. ഇന്നലെ വൈകിട്ട് അവിടെ നിന്നാണ് കഴിച്ചത്, ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിച്ചത്. രാവിലെ കഴിക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. ദോശയായിരുന്നു. ഞാൻ ആലോചിക്കുകയാണ്, ഇത്രയും അധികം ആളുകൾക്ക് നമ്മൾ സാധാരണ വീട്ടിലൊരു ഗസ്റ്റ് ഒരു 2 ആളധികം വരുവാണെങ്കിൽ നമ്മൾ ദോശ ഉണ്ടാക്കില്ല. കാരണം ഇത് മുഴുവൻ മരത്തി ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി പാടാ. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരു കലോത്സവ വേദിയിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ദോശയാണ്. അതെ, അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂര് ഒന്നിനും മടിയില്ലാത്ത ആൾക്കാരാണ് അല്ലേ? തൃശ്ശൂരിന്റെ ആതിഥ്യ മര്യാദയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടിയായിട്ട് മാറുകയാണ്. അതെ, എന്തായാലും നമ്മളും വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടെൻഷൻ്റെ കൂടെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രത്തോളം ക്രൗഡ് വരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തോളം പേര് ഒരു ദിവസം വരുമെന്നാണ് തോന്നുന്നു. മൊത്തത്തിൽ പൂരം ഈ പറഞ്ഞ പോലെ തന്നെ 2 ദിവസത്തിൽ തീരുമെങ്കിൽ ഇത് 5 ദിവസം നീണ്ടിരിക്കുന്നു. ഏകദേശം 2 ദിവസം മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി ഫുൾ ആയിട്ട് തുടങ്ങുകയും ചെയ്തു. അല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു വൈകുന്നേരത്തോടു കൂടെ ഇങ്ങോട്ട് ഇറങ്ങാനാണ്. കാരണം വെയിലൊക്കെ ഒന്ന് പോയി നടന്ന് കണ്ട്, പ്രത്യേകിച്ച് തേക്കിൻകാട് മൈതാനത്തോട് വെറുതെ നടക്കാൻ തന്നെ ആളുകൾ വൈകുന്നേരമാണ് സെലക്ട് ചെയ്യുക. അപ്പൊ പിന്നെ ഈ ഒരു സമയം എനിക്ക് തോന്നുന്നു വൈകുന്നേരം നല്ലൊരു ക്രൗഡ് തന്നെ ആയിരിക്കും. എപ്പോഴും റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുമോ? ഞാൻ ജസ്റ്റ് റെസ്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ജസ്റ്റ് ഞാൻ ഓഫീസിൽ പോവും. ഇടയ്ക്ക് നമ്മൾ ബാക്കി പെറ്റീഷനേഴ്സും മറ്റു കാര്യങ്ങൾ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഒന്ന് പോയി നോക്കിയായിരുന്നു. അതിനുശേഷം തിരിച്ച് വെന്യൂസിലേക്ക് ഒന്ന് വന്നു. പിന്നെ ഈ പറഞ്ഞ വെയിലെത്തി, ഇത്രയും വെയിലുണ്ടായിട്ട് പോലും എത്രത്തോളം ആളാണ്. വെയില് അത് ആരെയും ബാധിക്കുന്നില്ല. ഈവനിങ് ആകുമ്പോഴത്തേക്ക് നല്ല പൂരത്തിന്റെ ആവേശം പോലെ തന്നെ വെയില് തളർത്താത്ത ആവേശമാണ് നമുക്ക് കാണാൻ പറ്റും. അതെ, തളർത്താത്ത ആവേശമാണ്. ഇന്നലെ വൈകിട്ട് കണ്ടാണ് നമ്മൾ. ഇന്ന് തുടങ്ങുന്നതിന്റെ തലേ ദിവസം തന്നെ നല്ലൊരു ക്രൗഡായിരുന്നു. അപ്പൊ ഇന്ന് ദിവസമൊക്കെ ഈ വെന്യൂസൊക്കെ കാണാനും ഓരോ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് പേരുണ്ടാവും. എന്തായാലും വരണം. ഇപ്പോൾ എന്നോടൊക്കെ എല്ലാവരും ചോദിക്കുന്നത് കലോത്സവം കണ്ടിട്ടുണ്ടോ എന്നാ. അപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് കാണാം. പിന്നീട് ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് പറയാം കലോത്സവം കണ്ടിട്ടുണ്ടെന്ന്. ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു ഓർമ്മയുണ്ട് സ്കൂൾ കാലഘട്ടത്തില് സാറ്? സ്കൂൾ കാലഘട്ടത്തിലെ എന്തെങ്കിലും പരിപാടി അല്ലെങ്കിൽ ആർട്ട് പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ് കൂടാതെ അങ്ങനത്തെ പരിപാടിയിൽ അധികം പങ്കെടുക്കാറില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് കൂടുതൽ സ്പോർട്സ് അതുപോലത്തെ മേഖലയിലായിരുന്നു. അതുകൊണ്ട് കലോത്സവമായിട്ട് പങ്കെടുത്തിട്ട് അധികം ഇതില്ല. കോളേജിലൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുള്ള പ്രോഗ്രാമൊക്കെ ആയിരുന്നു ഉണ്ടാവുക. അല്ലാതെ വേറെ പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളൊന്നുമില്ല. ഓക്കെ ഓക്കെ. മറ്റൊരു കാര്യം, ഇപ്പം കളക്ടറുടെ പേജിലൊക്കെ ഇടയ്ക്ക് കമന്റ്സ് വരുന്നത് ഇതാണ്: ഞങ്ങൾക്ക് സ്കൂളുണ്ട് സാറേ. ഞങ്ങൾക്കൊരു ദിവസം കാര്യം ശനിയും ഞായറും അവധി വരുന്നുണ്ട്, അന്ന് വലിയ ക്രൗഡായിരിക്കും ഇവിടെ വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരിക്കും പൂരപുരുഷാരം നിറഞ്ഞു വരുന്ന ദിവസമായിരിക്കും ശനി ഞായറും. അതുകൂടാതെ ഈ വരുന്ന വ്യാഴം അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ ഒരു അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അത് എന്തായാലും നമ്മുടെ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇത് കാണാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ആ കുട്ടികൾക്കായിട്ട് നമ്മൾ അവധി എന്തായാലും കൊടുക്കും. അത് നമ്മൾ ആലോചിക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് വന്നൊന്ന് കാണാം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അതൊന്ന് നോക്കുന്നത്. എന്തായാലും ഉടനെ നമ്മൾ അനൗൺസ് ചെയ്യും. അത് പരിഗണനയിലുണ്ട്. കുട്ടികളുടെ കൂടെ ഉള്ള ഒരു പ്രതിനിധി തന്നെയാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് എന്തായാലും ഒരു അവസരം നമ്മൾ എന്തായാലും ഒരുക്കി കൊടുക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ കുട്ടികളുടെ സ്നേഹം വീണ്ടും കൂടും. അതെ. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ഓടി നടക്കാണ് കളക്ടർ. എനിക്ക് തോന്നുന്നു എത്താത്ത ഒരു ഭാഗം ഇല്ല എന്ന് തോന്നുന്നു. അത്രയധികം ഭാഗങ്ങളിലൂടെ അങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ TCV സ്റ്റുഡിയോയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.